നമ്മുടെ രാജ്യത്ത് സർക്കാർ പരിപാടികൾ നടക്കുന്ന സമയങ്ങളിൽ പ്രധാനമായിട്ട് വന്ദേ മാതരത്തിന് ഒരു പ്രാധാന്യം നൽകണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും കേന്ദ്ര സർക്കാരും അടുത്തിടെയാണ് ഒരു ഉത്തരവ് പുറത്തിറക്കിയത്. The soul of royal art, Kairali Jewelers. അതുമായി ബന്ധപ്പെട്ട് ഓഗസ്റ്റ് 15-ന് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് ആദ്യം വന്ദേ മാതരം മുഴങ്ങണമെന്നായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം. അതിനുശേഷം ജനഗണമന മുഴങ്ങിയാൽ മതി അല്ലെങ്കിൽ ആലപിച്ചാൽ മതി എന്നൊരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ കോൺഗ്രസ് ആസ്ഥാനത്തടക്കം, അതായത് ഡൽഹിയിലെ AICC ആസ്ഥാനത്തടക്കം വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിച്ചതിൽ വലിയ രീതിയിലൊരു അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു കാഴ്ച ഉണ്ടായി. നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ VD സതീശന്റെ അതായത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ സ്വാതന്ത്ര്യദിന ആഘോഷവുമായി ബന്ധപ്പെട്ട് അവിടെ വന്ദേ മാതരം മുഴങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പക്ഷേ BJPയുമായി ബന്ധപ്പെട്ടുള്ള തിരുവനന്തപുരം നഗരസഭയിൽ വന്ദേ മാതരം മുഴങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കോഴിക്കോട് വന്ദേ മാതരത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കം കോഴിക്കോട് മേയർ ഒരു നീക്കം നടത്തി. അതായത് ആദ്യം BJP നേതാക്കൾ എല്ലാവരും കൂടെ തന്നെ വന്ദേ മാതരം മുഴങ്ങിയ സമയത്ത് തന്നെ അതിനെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അതിനെ ഒരു അപമാനിക്കുന്ന തരത്തിലേക്ക് ഉടനെ തന്നെ അവർ ജനഗണമനയും കൂടെ പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ AICC ആസ്ഥാനത്ത് സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും ഈ വന്ദേ മാതരം മുഴുവനായിട്ട് അതിനെ തടസ്സപ്പെടുത്തുന്ന ഒരു സമീപനമാണ് സോണിയാഗാന്ധിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതിനെതിരെ ഇപ്പോൾ വ്യാപകമായി തന്നെ BJP നേതാക്കളടക്കം പരാതികൾ ഇപ്പോൾ ഓരോ പോലീസ് സ്റ്റേഷനിലും നൽകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ തന്നെ രാജസ്ഥാനിലടക്കം തന്നെ അമിത്ഷാ അവിടെ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ ഇതിനെതിരെ ശക്തമായി തന്നെ, അതായത് സോണിയാഗാന്ധിയെ അടക്കം കോൺഗ്രസിനെ അടക്കം വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നത് നമ്മൾ കണ്ടതാണ്. കാരണം ചെങ്കോട്ടയിൽ ചരിത്രത്തിൽ ആദ്യമായി വന്ദേ മാതരം മുഴങ്ങി. പക്ഷേ ഇവിടെ രാഹുൽ ഗാന്ധിക്കും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിക്കും അടക്കം വന്ദേ മാതരം മുഴുവനായിട്ട് കേട്ടപ്പോൾ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായത്. അതായത് എല്ലാ കാലവുമായിട്ട് എല്ലാ വർഷവും വന്ദേ മാതരത്തിന്റെ 2 ഖണ്ഡിക മാത്രമാണ് മുഴങ്ങിക്കൊണ്ടിരുന്നത്. പക്ഷേ അത് ഇത്തവണ 6 ഖണ്ഡിക, അതായത് മുഴുവനായിട്ട് പാടണം എന്ന രീതിയിലേക്ക് എത്തിയപ്പോഴാണ് അത് കോൺഗ്രസ് അതിനെ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. പക്ഷേ കർണാടകയിലും ഹിമാചൽ പ്രദേശിലും അടക്കം, അതായത് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം വന്ദേ മാതരം പൂർണ്ണമായി തന്നെ പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ സോണിയാഗാന്ധിക്കും മല്ലികാർജ്ജുന ഖാർഗെക്കും മാത്രമാണ് ഈ വന്ദേ മാതരം മുഴുവനായിട്ട് കേൾക്കുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത്. അതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, വന്ദേ മാതരത്തിന്റെ ആദ്യത്തെ 2 ഖണ്ഡിക ഒരു പ്രശ്നവുമില്ല, അതിനുശേഷം ഉള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് സോണിയാഗാന്ധി അടക്കമുള്ളവർ പറയുന്നത്. നിലവിൽ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബമടക്കം ഇതിലൊരു മാപ്പ് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരണം, അല്ലെങ്കിൽ സോണിയാഗാന്ധി ഇതിൽ മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ കുടുംബമടക്കം രംഗത്ത് വന്നത് നമ്മൾ ഇന്നലെ കണ്ടതാണ്. അതായത് വലിയ തരത്തിൽ തന്നെ കോൺഗ്രസിന് ദേശഭക്തി ഇല്ല, അതായത് നമ്മുടെ ഭാരതത്തോട് ഒരു തരത്തിലുമുള്ള സ്നേഹമോ ഒന്നുമില്ല എന്ന് തെളിവാക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് ഓഗസ്റ്റ് 15-ാം തീയതി പുറത്തു വന്ന ആ ദൃശ്യത്തിൽ വ്യക്തമായി തന്നെ പറയുന്നത്. അതിൽ ജയറാം രമേശ് അടക്കം ഒരു അവകാശവാദവുമായി വന്നത്, അല്ലെങ്കിൽ ഒരു ക്യാപ്സ്യൂളുമായിട്ട് വന്നത് മല്ലികാർജ്ജുന ഖാർഗെക്ക് വേണ്ടി കസേര ചോദിച്ചതാണ് സോണിയാഗാന്ധി, അതാണ് ഇവിടെ തെറ്റായി വ്യാഖ്യാനിച്ചത് എന്നാണ് ജയറാം രമേശ് പറഞ്ഞത്. പക്ഷേ നമുക്കറിയാം, ആ ദൃശ്യങ്ങളിലെല്ലാം തന്നെ കണ്ടത് വന്ദേ മാതരത്തിന്റെ 2ാമത്തെ ഖണ്ഡിക കഴിഞ്ഞതിന് ശേഷം മുഴുവനായിട്ട് പാടുന്ന സമയത്ത് ആ ഒരു അസ്വസ്ഥത ആവുന്നു. ഇതെന്താണ്, ആരാണ് ഇങ്ങനെയൊക്കെ പാടാൻ വേണ്ടി പറഞ്ഞത്, നിർത്തൂ എന്നൊക്കെ പറഞ്ഞ് സോണിയാഗാന്ധി അവിടെ കാണിച്ചു കൂട്ടുന്ന ആ ഒരു ഇറിറ്റേഷൻ കാണിച്ചു കൂട്ടുന്ന രംഗങ്ങൾ നമ്മൾ കണ്ടതാണ്.